തിരുനബി ജീവിതത്തിന്റെ പ്രകാശപൂർണമായ അധ്യായങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപ്രപഞ്ചം. PA മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരിയുടെ വാർഷിക പ്രഭാഷണം. മുത്ത് റസൂൽ ഉദയവും ഉയർച്ചയും. മുത്ത് റസൂൽ ഉദയവും ഉയർച്ചയും 2009 മാർച്ച് 29 മുതൽ ഏപ്രിൽ 5 വരെ കൊല്ലൂർ വിള കൊച്ചുതങ്ങൾ നഗരം. الحمدلله رب العالمين الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني. يا أعظم الرسل حاشا أن أخيب وإن صغرت قدرا فقد أملت ذا عظمي. لعلني مع علتي ستغفر لي كبر الكبائر والإلمام باللمم. أنت الشفيع الرفيع المستجيب إذا ما قال نفسي يا نفسي كل محترمي. ما لي سواك فآمالي محققة ورأس مالي سؤالي غير معتصمي. او کیا جود و کرم ہے شہ بطحا تیرا نہیں سنتا ہی نہیں مانگنے والا تیرا. അമ്മാ ബഅദ്. സർവാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളുമായി 3-ാം ദിവസമാണ് നാം സംഗമിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹമുള്ള ആളുടെ ചരിത്രവും അവിടുത്തെ ഇന്നലകളും ഗതിമാറ്റങ്ങളും പറയുന്നതും കേൾക്കുന്നതും സ്നേഹിക്കുന്നവർക്ക്, പ്രേമിക്കുന്നവർക്ക് നിധിയും അമൃതുമാണ്. ആ നബി സൗണ്ട് ഒന്നുകൂടി ശരിയാക്കുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ ലോകത്തെ പിറവി മുതൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടങ്ങളിൽ അവിടുന്ന് കടന്നു വന്ന നാൾ വഴികളാണ് നാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചരിത്രപരമായും വിശ്വാസപരമായും ഈ അവതരണത്തിന്റെ പ്രസക്തി എന്താണ്? നമ്മുടെ ആദർശത്തിന്റെയും ആത്മാവിന്റെയും ഗുരുവായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷങ്ങളും വിശേഷണങ്ങളും അനുരാഗിയുടെ ആത്മാവിന് അമൃത് പോലെ മധുരമുള്ളതും അവന്റെ സ്വത്വത്തേക്കാൾ പ്രാധാന്യമുള്ളതുമാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. ലോകത്തിന്റെ ആകമാനം ചരിത്രവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രവും രണ്ടു ഭാഗത്ത് വെച്ചുകൊണ്ട് തുലനം ചെയ്താൽ ആധികാരികതയും വ്യാപ്തിയും സ്വീകാര്യതയും സമ്മതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിനാണ് തൂക്കം നിൽക്കുക എന്ന് നാം തിരിച്ചറിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ആരും അവസാനിപ്പിച്ചിട്ടില്ല. ഒരാൾക്കും അവസാനിപ്പിക്കാൻ കഴിയില്ല. എഴുതിയിട്ട് ആരും അവസാനിപ്പിച്ചിട്ടില്ല. ലോകത്തുള്ള മുഴുവൻ പദാർത്ഥങ്ങളും പേനയും അവിടുന്ന് സമുദ്രത്തിലെ ജലം മുഴുവനും മഷിയുമായി ഉപയോഗിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങളോ പ്രകീർത്തനങ്ങളോ ആലേഖനം നടത്തി അവസാനിപ്പിക്കുവാൻ സാധ്യമല്ല. അത്രയും വിശാലമായ ഈ വൈജ്ഞാനിക സാഗരത്തെ അതിന്റെ ഓരത്തുകൂടി നടന്ന് അല്പമൊന്ന് പരിചയപ്പെടുകയല്ലാതെ നമ്മുടെ സന്ധ്യാ സംഗമങ്ങൾക്ക് കഴിയില്ല. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഹൃദയത്തിലെ രാജാവ് മുത്തുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ ലോകത്തെ സഞ്ചാരവും ഇന്നലകളിലെ ഓരോ ദിക്കിലും മുക്കിലും അവിടുത്തെയുടെ നാമവും അവിടുത്തെ പ്രകീർത്തനങ്ങളും ആലപിക്കുകയും ആവർത്തിക്കുകയും ചെയ്തു എന്ന മധുര വർത്തമാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിക്കുന്നവരുടെ മാനസത്തിൽ കോരിയിടുന്ന സന്തോഷത്തിന് അതിരില്ല. ഇന്നു തന്നെ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇന്ന് തന്നെ 1 ഡസനോളം പുതിയ ഗ്രന്ഥങ്ങൾ കയ്യിലേക്ക് ലഭിക്കുകയും ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങി എവിടെയൊക്കെ പരാമർശിച്ച് എവിടെയൊക്കെ സ്പർശിക്കാം എന്ന ആശ്ചര്യപരമായ ലോകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഇന്നലെ നാം പറഞ്ഞു, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ കഴിഞ്ഞു വന്ന പ്രവാചകന്മാർ ഇന്നലകളുടെ ഓരോ ദിക്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കുകയും അവിടുത്തെ മഹത്വങ്ങളെ വാഴ്ത്തുകയും ചെയ്തു. ആ വാഴ്ത്തലിന്റെയും പ്രകീർത്തനത്തിന്റെയും പ്രോജ്വലമായ ധാരകൾ ഒരു സമൂഹത്തെയും ഒരു കാലഘട്ടത്തെയും ആദർശപരമായി മാറ്റിമറിക്കുവാനും വിശ്വാസത്തിന്റെ മനോഹരമായ പ്രപഞ്ചത്തിലേക്ക് മാടി വിളിക്കുവാനും ഉപകാരപ്രദമായി എന്ന സൂചനകൾ നാം നിമ്മെ പറഞ്ഞു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലം കാത്തിരിക്കുന്നതിന്റെ ശരിയായ ധാരകളെ ആവഹിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ഒരു വാചകമുണ്ട്. ഇലാഹി മുൻതളിറുഹു മുഖറാം നാസ് ഫർമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിന് വേണ്ടി വിശിഷ്ടരായ ആളുകളുടെ കടന്നുവരവിന് വേണ്ടി അവിടുന്ന് കാത്തിരിക്കുകയാണ്. അവിടുന്ന് അമൂല്യമായ പട്ടും വിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ചരിത്ര നിയോഗത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവൻ കാലഘട്ടങ്ങളിലഖിലം കാത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരുന്ന ഇന്നലകളുടെ അധ്യായങ്ങളെ മാത്രം ഒരു പഠന സബരിയുമായി സമീപിച്ചാൽ നമുക്ക് പറഞ്ഞവസാനിപ്പിക്കാനോ എവിടേക്കെങ്കിലും എത്തിക്കാനോ കഴിയില്ല. കഴിഞ്ഞുപോയ സഹസ്രാബ്ദങ്ങളെ മുഴുവനും വലിച്ചു ചുരുക്കിയിട്ട് 6-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ
ലോകം തയ്യാറെടുക്കുന്നതിന്റെ ആമുഖം മാത്രമാണ് ഇന്നിവിടെ നിങ്ങളോട് കൈമാറ്റം നടത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം ലോകത്തുള്ള എല്ലാ വേദങ്ങളും എല്ലാ പുരാണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിച്ചു. ബിബ്ലിക്കൽ റഫറൻസുകളിൽ നിന്ന് ചിലത് നാം ഇന്നലെ പരാമർശിച്ചു. തൗറാത്തിന്റെയും ഇൻജീലിന്റെയും വേദപുസ്തകങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിച്ചു പോയ വചനങ്ങൾ വളരെ ലളിതമായി നാം ആവഹിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നാം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം ഒരു 14ഓളം പരാമർശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തതയുള്ള ഇന്ത്യൻ പശ്ചാത്തലങ്ങൾ വായിക്കാൻ കഴിഞ്ഞു. ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തി, ഇന്ത്യയിലെ പുഷ്പങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ആലേഖനം ചെയ്തു വെച്ചിരുന്ന സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം ഇന്നലെ നാം ഓർമ്മപ്പെടുത്തി. എന്നാൽ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാർ ആദരപൂർവം പഠിക്കുകയും അവരുടെ മതത്തിന്റെയും ആദർശത്തിന്റെയും ഭാഗമായി വെച്ചു പുലർത്തുകയും ചെയ്യുന്ന മനോഹരമായ വേദഗ്രന്ഥങ്ങളിൽ ഉടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളുടെ ഒരു പരമ്പര തന്നെ കാണാൻ കഴിയുകയാണ്. എന്നാൽ അതിന്റെ ചെറിയ ഒരു പരാമർശമേ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് വേദങ്ങളിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മാത്രം, വേദങ്ങളിൽ പരാമർശിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ മാത്രം ഒരു തവണ സ്വതന്ത്രമായി അവതരിപ്പിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഉള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് അതിന്റെ ചെറിയ ഒരു ചിരാത് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഏതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോടൊപ്പം പരിശുദ്ധമായ മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ സംസ്കൃതപരമായ സമർപ്പണമാണ് ഭവിഷ്യത് പുരാണത്തിലെ പ്രതിസർഗ പർവ്വത്തിൽ നാം വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നതിന്റെ സ്വഭാവങ്ങളും പറഞ്ഞതിന് ശേഷം മനുഷ്യരാശിയാകമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുന്നതിന്റെയും അവരുടെ ഇടയിൽ തിരുനബിതങ്ങൾ സന്നിവേശിപ്പിക്കുന്ന മഹത് ഗുണങ്ങളുടെയും മനോഹരമായ ഒരു പ്രകാശനമാണ് അടുത്ത ഖണ്ഡത്തിൽ അതേ പുരാണം തന്നെ കൈകാര്യം ചെയ്യുന്നത്. ത്രിപുരാസുരനാശയ ബഹുമായ പ്രവർത്തിനം മ്ലേച്ഛൈ ഗുപ്തായ ശുദ്ധായ സച്ചിദാനന്ദ സ്വരൂപിണൈ ത്വാമാം ഹി കിങ്കരം വിദ്ധിശരാർത്ഥമപാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന വാഗ്ദത്ത പുണ്യപുരുഷൻ സമൂഹത്തിന്റെ ഇടയിലേക്ക് വരുമ്പോ മനുഷ്യരാശിക്കാവും ആകമാനം അഭിമാനം പകർന്നു കൊടുക്കുമാറ് അവിടുത്തെയുടെ വിശുദ്ധ ഭാവങ്ങൾ മ്ലേച്ഛഭാവങ്ങളെ മുഴുവനും വിഭാടനം ചെയ്ത് ശുദ്ധീകരിക്കുമെന്നും അവിടെ സത്യത്തിന്റെ ജ്യോതിസ്സുകളെ തെളിയിക്കുമെന്ന് തുടർച്ചയായി അല്ലോപനിഷത്തും വേദോപനിഷത്തും ഖണ്ഡകോപനിഷത്തും അതുപോലെ തന്നെ പുരാണങ്ങളുടെ വചനങ്ങളും വിശാലമായി നമ്മോട് സംസാരിക്കുകയാണ്. അതിന്റെ വിശദാംശത്തിലേക്ക് തൽക്കാലം ഞാൻ കടക്കുന്നില്ല. അതോടൊപ്പം നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സമൂഹങ്ങൾ വിശ്വസിക്കുകയും പുലർത്തുകയും ചെയ്യുന്ന അവരുടെ പുതിയ ബിബ്ലിക്കൽ റഫറൻസുകളിൽ നോക്കിയാൽ ഖുർആനിൽ പറഞ്ഞ ഒട്ടുമിക്ക ഗുണങ്ങളും വളരെ ഗഹനമായി അതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു ഭാഗം മാത്രം ഞാൻ ഇവിടെ വായിക്കുകയാണ്. വേദങ്ങളിലൂടെ കടന്നുപോയ തിരുനബി പ്രകീർത്തനങ്ങളെ ആവഹിച്ച് അവതരിപ്പിക്കപ്പെടേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെങ്കിൽ അത് മണിക്കൂറുകളോളമല്ല, ദിവസങ്ങളോളം പരാമർശിക്കാൻ മാത്രം വിസ്തൃതമാണ് എന്നൊറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ബൈബിളിൽ നിന്ന് ഒരു വാചകം കൂടി നമുക്കിവിടെ വായിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടുമുമ്പ് കഴിഞ്ഞുപോയ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പ് നടത്താനാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇമാം അബൂ നുഐം, ഇമാമുൽ ബൈഹഖി
തുടങ്ങിയുള്ള മഹാന്മാർ നിവേദനം ചെയ്തു. ഞാൻ ആരാണെന്നറിയുമോ? ബിശാറത്തു ഈസ, ഈസാ നബിയുടെ സുവിശേഷമാണ്. അവിടുത്തെ മുന്നറിയിപ്പ് എന്നെ കുറിച്ചുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 16:7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. Nevertheless, I tell you the truth, it is expedient for you that I go away. For if I go not away, the Comforter or Paracletos will not come unto you. But if I go, I will send him unto you. And he, when he is come, will convict the world in respect of sin and of righteousness and of judgment. ഞാനിപ്പോൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ വിശുദ്ധാത്മാവ് വരില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളെ മുഴുവനും ആവഹിക്കുന്ന പ്രയോഗമാണ് പെരാക്ലിറ്റോസ് എന്ന ബിബ്ലിക്കൽ റെഫറൻസ് എന്ന് വില്യം മൂറിനെ പോലെയുള്ള നിഷ്പക്ഷ ചരിത്രകാരന്മാർ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരില്ല. ശാന്തിയും സമാധാനവും നടപ്പിലാക്കേണ്ട, മാർഗദർശനം നൽകേണ്ട വാഗ്ദത്ത പ്രവാചകനും വിശുദ്ധ തിരുമേനിയും വരാനടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. I have yet many things to say unto you, but I cannot bear them now. ഇനിയും പലരും പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാനൊക്കത്തില്ല. Howbeit when he, the Spirit of truth, is come, he shall guide you into all the truth of. He shall not speak from himself, but what things soever he shall hear, these shall he speak, and he shall declare unto you the things that are to come. ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാനൊക്കത്തില്ല. കാര്യസ്ഥൻ വരും, എല്ലാം നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. സ്വന്തമായി ഒന്നും ഒഴിയില്ല, എല്ലാം ദൈവത്തിന്റെ സന്ദേശത്തിൽ നിന്ന് കേട്ടു മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് പുതിയ നിയമത്തിലെ യോഹന്നാൻ സുവിശേഷത്തിലടക്കം പുതിയ നിയമത്തിൽ മാത്രം ഒരുപാട് മാറ്റങ്ങളുടെയും പരിവർത്തനങ്ങളുടെയും വേലിയേറ്റങ്ങൾക്ക് ശേഷം ഇന്ന് വായിക്കാൻ ലഭിക്കുന്ന ന്യൂ ടെസ്റ്റമെന്റിന്റെ തന്നെ ഒരുപാട് തലങ്ങളിൽ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ പറയുകയാണ്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നറിയിപ്പ് നൽകി. എല്ലാ വേദങ്ങളും അവിടുത്തെയുടെ ആഗമനത്തിന്റെ ആമുഖം പറഞ്ഞ് എല്ലാ വിശുദ്ധാത്മാക്കളും അവിടുത്തെ വിശുദ്ധിയുടെ തേജസ്സിന് ലോകത്തോട് പരാവർത്തനം നടത്തി. അങ്ങനെ ലോകം മുഴുവനും കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് അവിടുത്തെയുടെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അടക്കം ബഹുമാനപ്പെട്ട ഹവ്വ റളിയല്ലാഹു അൻഹ മുതൽ ആമിന റളിയല്ലാഹു അൻഹ വരെയുള്ള എല്ലാവരുടെയും ചരിത്രം ലോകത്തെ പഠിക്കാനിറങ്ങുന്നവർക്ക് ഒരു ഭാഗത്ത് ലഭ്യമാണ് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. അതിന്റെ ഒരു സൂചന അവരെല്ലാവരും വിശുദ്ധ താവഴിയിലൂടെ മാത്രം കടന്നു വന്നവരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ വലദനി മിൻ സിഫാഹിൽ ജാഹിലിയ്യ, അവിടുന്ന് വിവരദോഷമായ അല്ലെങ്കിൽ വിവരദൂഷ്യമായ സമൂഹത്തിന്റെ ഉപജാപങ്ങളൊന്നും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ഒരാളിലും സ്പർശിച്ചിട്ടില്ല. മാ വലദനി ഇല്ലാ നിക്കാഹുൻ കനിക്കാഹിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നിക്കാഹ് പോലെയുള്ള നിക്കാഹ് കർമ്മത്തിൽ ഏർപ്പെടാത്ത ഒരു വാപ്പയും എനിക്കില്ല, ഒരു ഉമ്മയും എനിക്കില്ല. ഇസ്ലാമിക മൂല്യങ്ങളെ തിരസ്കരിക്കുകയോ തൗഹീദിന്റെ അമരധ്വനിയെ നിഷേധിക്കുകയോ ചെയ്ത ഒരാളും എന്റെ പിതാമഹന്മാരിലില്ല എന്ന് മാത്രമല്ല, അവിടുത്തെയുടെ മഹത്വങ്ങളെ മുഴുവനും ഓരോ കാലഘട്ടത്തിലും പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാവരും വിശുദ്ധന്മാരാണ്. ഹഫിളല്ലാഹു കറാമതൽ ലിമുഹമ്മദി അബാഹുല്ലം ജാദ സൗനല്ലി സുമിഹി تركوا الصفاح فلم يصبهم عاره من آدم وإلى أبيه وأمه
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ താവഴിയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അബ്ദുല്ലാഹി വരെയും ഹവ്വാ റളിയല്ലാഹു അൻഹ മുതൽ ആമിന ഉമ്മ വരെയും എവിടെയും ഒരു സ്ഥലത്തും സ്ഖലിതങ്ങൾ കലർന്നിട്ടില്ല. വിശുദ്ധിയുടെ തേജോമയമായ സമ്പൂർണതയിൽ നിന്ന് മാത്രമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. നഹോ ആഖാകോ സജദാ ആദമോ യൂസുഫ് കോ സജദാ ഹോ മഗർ സദ്ദേ റായ ദാബ് ഹേ അപ്നെ ശരീഅക. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുകയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സാഷ്ടാംഗം നടത്തിയവരുണ്ട്. അതുപോലെ തന്നെ ആദം നബി അലൈഹിസ്സലാമിന് മാലാഖമാര് സുജൂദ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നഹോ ആഖാകോ സജദാഹോ, ഞങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുജൂദില്ലയോ എന്ന് ചോദിച്ചാൽ മഗർ സദ്ദേ റായ ദാബ് ഹേ അപ്നെ ശരീഅത്ത് കാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ശരീഅത്തിന്റെ വിലക്ക് വന്നിരുന്നില്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവിടത്തെയുടെ മുമ്പിൽ സാഷ്ടാംഗ മനസ്കരായി ശരീരരായി കിടക്കുമായിരുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ മുഴുവനും തേജസ്സിന്റെ ഓജസ്സും കിരീടത്തിന്റെ മനോഹരമായ അലങ്കാരവുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 പിതാക്കന്മാരെ നമുക്കറിയാം. ഇവിടെ എണ്ണിപ്പറയാൻ നമുക്ക് സമയം പോരാ. അവരെ കുറിച്ച് മുഴുവനും ചരിത്രം പരാമർശിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാര് മുഴുവനും അവരുടെ ചരിത്രം മുഴുവനും ആലേഖനം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. സുബുലുൽ ഹുദാ വർ റശാദിൽ 20 പിതാക്കന്മാരുടെയും മഹാത്മ്യത്തെ വാഴ്ത്തി പറയുന്ന അവരെ കുറിച്ചുള്ള വിശദമായ ഡേറ്റയുണ്ട്. അത് മാത്രമല്ല, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാശിം ബിൻ അവിടുന്ന് ഖുസയ്യ് ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഗാലിബ് ബിൻ ഫിഹ്ർ ബിൻ മുഅദ് ബിൻ അദ്നാൻ വരെയുള്ള 20 പിതാക്കന്മാരുടെയും പേരുകൾ മനപ്പാടമാക്കൽ മിൻ ആദത്തിൽ അറബി, അറബികളായ സജ്ജനങ്ങളുടെ പതിവായിരുന്നു എന്ന് വഹബത്ത് സുഹൈലിയെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാരും ശൈഖ് മുതവല്ലി ശറാവിയെ പോലെയുള്ള സമീപകാല ഖുർആൻ പണ്ഡിതന്മാരും അവരവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുകയാണ്. അറബികളുടെ പതിവാണ് ഈ പേരുകൾ കാണാതെ പഠിക്കൽ. കാരണം അവര് പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. എന്നാലോ മുഹമ്മദ് ബിൻ സായിബുൽ കൽബി അന്നസാബൽ അൻസാരി അഖ്ബാരി അവിടുന്ന് ചരിത്രത്തിൽ നിന്ന് പാരമ്പര്യ ശാസ്ത്രത്തെ ആധികാരികമായി കൈകാര്യം ചെയ്തിരുന്ന മുഹമ്മദ് ബിൻ സായിബ് പറയുന്നു, കതബതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 500 ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മമാരിൽ നിന്ന് 500 പേരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫമാ വജത്തു ഫീഹിന്ന സിഫാഹ വലാ ശൈഅൻ മിമ്മാ കാന അലൈഹിൽ ജാഹിലിയ്യ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മമാരുടെ പരമ്പര ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള ഹവ്വാ ബീബി വരെയുള്ള ഒരാളെയും ഞാൻ വിട്ടുപോയിട്ടില്ല. ആ എല്ലാവരെ കുറിച്ചും ഞാൻ അന്വേഷിച്ച് പഠിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അവരിൽ ആരിലും ജാഹിലിയത്തിന്റെ ലവലേശം പൊടി പോലും ബാധിച്ചിട്ടില്ല. അവരെല്ലാവരും നന്മയുടെയും സന്തോഷത്തിന്റെയും പരിസ്ഥിതിയിലും പശ്ചാത്തലത്തിലും മാത്രമുള്ളവരായിരുന്നു എന്നുള്ള സംഭവം ഉദ്ധരിക്കുന്നത് കേവലം പൗരാണിക പണ്ഡിതന്മാര് മാത്രമല്ല. ഇത് ഞാൻ പറയുന്നത് ചില പരിഷ്കാരവാദികൾ ഈ 20 മഹാന്മാരുടെയും പേരെടുത്തുദ്ധരിച്ചുകൊണ്ട് കളിയാക്കുന്ന അപകടകരമായ സമകാലിക വർത്തമാനങ്ങൾ ഒറ്റയൊറ്റയായി കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആധുനിക പണ്ഡിതന്മാര് പോലും ശക്തമായ ഭാഷയിൽ എഴുതി
അവരെ മുഴുവനും ഞാൻ എത്തിച്ചു, ഒരാളെയും കണ്ടില്ല. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള പരമ്പര മാത്രം എണ്ണിക്കൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് നാശി എന്ന പണ്ഡിതൻ 77 വരിയുള്ള കവിത എഴുതുന്നു. എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരുടെ മഹത്വങ്ങളെയും നാമങ്ങളെയും വാഴ്ത്തി പറയാൻ വേണ്ടി മാത്രം. മദഹ്തു റസൂലല്ലാഹി അബ്ഗി ബിമദ്ഹിഹി വഫറാഹു ലൂലി മിൻ കരീമിൽ മവാഹിബി നബിയൻ തസാമാ ഫിൽ മശാരിഖി നൂറുഹു فلاحت غوادي لأهل المغارب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനത്തെ ഞാൻ വാഴ്ത്തുകയാണ്. പാശ്ചാത്യൻ ദിക്കിലും പൗരത്യൻ ദിക്കിലും ഒരുപോലെ പ്രകീർത്തിയുടെ വ്യാപനം കൊണ്ട് പ്രതിഷ്ഠ നേടിയ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തതിനാ ബിഹിൽ അംബാഉ ഖബ്ല മജീഇഹി വശഅത് ബിഹിൽ അഖ്ബാറു ഫീ കുല്ലി ജാനിബി. അവിടുത്തെയുടെ സുവിശേഷങ്ങളും വർത്തമാനങ്ങളും ഇന്നലകളുടെ ഇടവേളകളിൽ മുഴുവനും ലോകത്തിന്റെ ഹൃദയത്തിന്റെ തേരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. വശഅത് ബിഹിൽ അഖ്ബാറു ഫീ കുല്ലി ജാനിബി. പടിഞ്ഞാറിന്റെ പട്ടുമെത്തകളിലും അതുപോലെ തന്നെയോ പൗരത്യന്റെ പുൽമേടുകളിലും കിഴക്കന്റെ ദിക്കുമൊക്കുകളിലും പടിഞ്ഞാറന്റെ അസ്തമാനങ്ങളിലും എല്ലായിടത്തും ഒരുപോലെ ഉദ്ധരിക്കപ്പെടുന്ന നേതാവായി മാറിയിട്ടുണ്ട് ആഖായെ നാംദാർ താജ്ദാറെ മദീന സർവറെ ആലം ഹബീബി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പറയുന്നു അസ്ബഹത്തിൽ കുഹാനു തഹ്തീഫു ബിസ്മിഹി വതംഫി ബിഹി റജ്മൽ ളുനൂനിൽ കവാദിബി. ജ്യോത്സ്യന്മാരുടെ കളങ്ങളിലും ഹബീബിന്റെ സാന്നിധ്യമാണ്. അവരുടെ ദുർവൃത്താന്തങ്ങളുമായി വരുന്ന പൈശാചിക പേടകങ്ങൾ മുഴുവനും അസ്തമിച്ചുപോയി എന്ന പരാതിയോടെ ജ്യോത്സ്യന്മാരുടെ മേശപ്പുറത്ത് തെളിയുന്നു. അഥവാ തമസ്സിന്റെ കൂട്ടാളികളും ഈ വെളിച്ചത്തിന്റെ നായകനെ അറിഞ്ഞിട്ടുണ്ട്. ബിംബത്തിന്റെയും ശിലകളുടെയും മുമ്പിൽ സാഷ്ടാംഗ ചിത്തരായി കിടന്ന ഇന്നലകളിലെ വിവരദോഷികളുടെ മുമ്പിലേക്ക് ആ ബിംബങ്ങൾ വിളിച്ചു പറയുകയാണ്, ഹാദാ അവാനു മഖ്റജിൻ നബിയിൽ മൗഊദ്. വാഗ്ദത്ത പ്രവാചകന്റെ ആഗമന നേരമായിരിക്കുന്നു. അവിടുന്ന് നിയുക്തരാകേണ്ട നബിയുടെ സമാഗമത്തിന്റെ സമയമായിരിക്കുന്നു എന്ന് ബിംബങ്ങൾ വർത്തമാനം പറയുന്നു. അതൊന്നും അത്യുക്തിയുള്ള വർത്തമാനമല്ല. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇന്നി ലാ അരിഫു ഹജറാ, എനിക്കൊരു കല്ലിനെ അറിയാം, യുസല്ലിമു അലയ്യ, ആ കല്ലെനിക്ക് സലാം പറയുന്നു. കല്ലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. മരങ്ങൾ അവിടുത്തെയുടെ അടുക്കലേക്ക് മാടി വിളിച്ചപ്പോൾ വന്നിട്ടുണ്ട്. മേഘങ്ങൾ അവിടത്തേക്ക് തണൽ വിരിച്ചു പോയിട്ടുണ്ട്. ഭൂമി അവിടത്തേക്ക് വേണ്ടി ഒതുങ്ങിക്കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷം അവിടുത്തെയോട് ആദരവ് കാണിച്ചിട്ടുണ്ട്. സൂര്യൻ നബി തങ്ങളുടെ കൽപ്പനയ്ക്ക് വിധേയമായി നിന്നിട്ടുണ്ട്. ചന്ദ്രൻ അവിടുത്തെ ആംഗ്യം കണ്ട് 2 പിളർപ്പായി മാറിയിട്ടുണ്ട്.
മൃഗങ്ങളോ അവിടുത്തെയുടെ മുമ്പിലേക്ക് വന്ന് സാഷ്ടാംഗം ചെയ്തിട്ടുണ്ട്. ഭൂതവർഗമോ അവിടുത്തെയുടെ വചനങ്ങളെ സമീഅനൽ ഖുർആന അജബാ അത്ഭുതത്തോടെ ശ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്തിന്റെ മുഴുവനും ദ പ്രോഫറ്റ് ഓഫ് ദി യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ ആകമാനമുള്ള പ്രവാചകത്വത്തിന്റെ പ്രതിഭാവിലാസത്തിന്റെ പ്രവേശനത്തിന്റെ മുന്നറിയിപ്പുകൾ ലോകം മുഴുവനും ഏറ്റെടുക്കുന്നു. ആ തിരുനബിതങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് പറയാൻ മാത്രം 77 വരിയുള്ള കവിത എഴുതുന്നു. ഞാനതിന്റെ തുടക്കം മാത്രം സ്പർശിച്ചെന്നേ ഉള്ളൂ, സമയം പോരാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം മുഴുവനും കാത്തിരിക്കുകയാണ്. അപ്പോഴാ പ്രവാചകൻ എവിടെ നിന്നാണ് ഉദിക്കേണ്ടത്? ലോകത്തൊരു ചർച്ചയല്ലേ, ഈ ലോകത്തിന്റെ മുഴുവനും നേതാവ് എവിടെ നിന്നാണ് രംഗപ്രവേശനം ചെയ്യേണ്ടത്? അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമേതാണ്? ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഓ നബിയെ, അവിടത്തേക്ക് പിറക്കാനുള്ള നാട് മക്കയാണ്. കാരണം എന്താണ്? അൽ ബലദുൽ അമീൻ, അൽ അമീന്റെ നാടാണ് മക്ക, സുരക്ഷയുടെ നാടാണ് മക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ ജനിക്കണം? മക്കയിൽ ജനിക്കണം. എന്താണ് മക്കയുടെ പ്രത്യേകത? ദ ന്യൂക്ലിയസ് ഓഫ് ദി യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ മുഴുവനും ഒരു കേന്ദ്രമാണ്. അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ കേന്ദ്രമാകുന്ന പരിശുദ്ധമായ മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കേണ്ടത്. എന്താണ് മക്കയ്ക്കുള്ള പ്രത്യേകത? ഒന്ന്, ഭൂമിയുടെ സെന്റർ പോയിന്റ് ആണ്. രണ്ടോ, ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ അല്ലാഹു നിശ്ചയിച്ച ആദ്യത്തെ ഭവനത്തിന്റെ നാടാണ് മക്ക. മാത്രമല്ല, അന്ന് ലോകത്തൊരുപാട് രാജ്യത്ത് വ്യത്യസ്ത ഭരണങ്ങൾ നടക്കുന്നുണ്ട്. ഗ്രീക്കിൽ യവനന്മാരുടെ ഭരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയോ പേർഷ്യക്കാരുടെ ഭരണകൂടങ്ങളുണ്ട്, റോമാക്കാരുടെ ഭരണവ്യവസ്ഥിതികളുണ്ട്, സാറ ചക്രവർത്തിമാരുടെ ഭരണമുണ്ട്. അവിടെയെല്ലാം നസാറാക്കളുടെയും യഹൂദികളുടെയും എല്ലാം ഭരണങ്ങൾ നടക്കുകയാണ്. എന്നാൽ ലോകത്തെ മുഴുവനും സമുദ്ധരിക്കാൻ വേണ്ടി വരുന്ന നേതാവ് ഏറ്റവും മലീമസമായ സാഹചര്യത്തിലേക്കാണ് പിറന്നു വീഴേണ്ടത്. അതുകൊണ്ട് കാളരാത്രികളുടെ കൂരിരുട്ടുകൊണ്ട് ചരിത്രകാരന്മാര് അവരുടെ പേനയ്ക്ക് എത്ര കടുപ്പം കൂട്ടാമോ അത്രയും ശക്തമായി ഇരുട്ടുകൊണ്ട് എഴുതിയ ചരിത്രത്തിന്റെ നാൾവഴികളാണ് 6-ാം നൂറ്റാണ്ടിലെ അറേബ്യക്കുള്ളത്. ആ 6-ാം നൂറ്റാണ്ടിനെ കറുപ്പിക്കാൻ മെനക്കെട്ട ചരിത്രകാരന്മാരെത്രയാണ്? അതിനുവേണ്ടി പേനയുടെ കനം പോരാതെ വന്നിട്ട് ഇരുണ്ട യുഗമെന്ന് ആവർത്തിച്ചെഴുതാൻ ശ്രമിച്ചവരെത്രയാണ്? അവിടെയാണ് നൂറുൻ അലാ നൂർ, വെളിച്ചത്തിനുമേൽ വെളിച്ചമായ നബി പിറക്കേണ്ടത് തമസ്സിന്മേൽ തമസ്സായ നാട്ടിലേക്കാണ്. അപ്പോഴാണ് ലോകത്തിന് മുഴുവനും വെളിച്ചം പരത്താൻ കഴിയുക. അതുകൊണ്ട് വൽ ബലദുൽ അമീൻ, മക്ക കാത്തിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും കാത്തിരിക്കുകയാണ്. ഹെരാക്ലിയസ് ചക്രവർത്തി കാത്തിരുന്നതാണ്. പാതിരിമാർ ഒരുപാട് കാത്തിരുന്നതാണ്. എന്നാൽ മക്കയിലെ ഖുറൈശി കുലത്തിലെ കുലപതിയായ അബ്ദുൽ മുത്തലിബ് കാത്തിരിക്കുന്നു. എവിടെന്നാണ് അബ്ദുൽ മുത്തലിബിന് വിവരം ലഭിച്ചത്? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സഅദ് ഉദ്ധരിക്കുന്നു, ഇമാം തബറാനി നിവേദനം ചെയ്യുന്നു, ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ നുഐം ഉദ്ധരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, എന്താണെന്നല്ലയോ, ഖദിംനൽ യമന ഫീ റിഹ്ലത്തി ശിതാ, ഞങ്ങൾ യമനിലേക്ക് പോയപ്പോഴോ ഫനസൽതു അലാ ഹബറിൻ മിനൽ യഹൂദ്, ജൂത പണ്ഡിതന്മാരിൽ ഒരാളുടെ സവിധത്തിലെത്തി. ഫഖാല ലി റജുലുൻ മിൻ അഹ്ലി സബൂർ, സബൂർ എന്ന വേദത്തെ അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, മിമ്മനി റജുൽ, ഈ വന്നയാൾ ഏത് സമൂഹത്തിൽപ്പെട്ടയാളാണ്?
ഖുൽതു മിൻ ഖുറൈശ്, ഞാൻ ഖുറൈശികളിൽപ്പെട്ടയാളാണ്. മിൻ അയ്യിഹിം, ആ ഖുറൈശികളിലെ ഏത് കുലത്തിൽപ്പെട്ടയാളാണ്? മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽപ്പെട്ടയാളാണ്. ഖാല അതഅദൻ ലി അൻ അൻദുറ ഇലാ ബഅദിക, ഞാൻ നിങ്ങളെ ഒന്ന് പരിശോധിച്ചോട്ടെ? പാതിരിയുടെ ചോദ്യമാണ്. ഖുൽതു നഅം മാ ലം യകുൻ ഔറ, എന്റെ ഗോപ്യമായ ഭാഗമൊഴികെ എന്തും നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ അദ്ദേഹം അബ്ദുൽ മുത്തലിബിന്റെ നാസാരന്ധ്രം ഒന്ന് തുറന്നു നോക്കി. എന്നിട്ട് പറയുകയാണ് ഫനളറ ഫീഹി, എന്നിട്ട് ആദ്യം നാസാരന്ധ്രത്തിലെ ഒരു ദ്വാരത്തിലേക്ക് നോക്കി. പിന്നെയോ സമ്മനളറ ഫിൽ ആഖർ, രണ്ടാമത്തെ ദ്വാരവും പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അഷ്ഹദു അന്ന ഫീ ഇഹ്ദാ യദൈക മുൽക്കൻ വഫിൽ ഉഖ്റാ നുബുവ്വ. ഓ അബ്ദുൽ മുത്തലിബേ, നിങ്ങളുടെ ഒരു ഭാഗത്ത് അധികാരവും മറുഭാഗത്ത് പ്രവാചകത്വവും ഞാൻ കാണുന്നു. വഇന്നാ നജിദു ദാലിക ഫീ ബനി സുഹറ, ഇതുപോലെയുള്ള വിശേഷണം ബനൂ സുഹറയിലും ഞങ്ങൾ കാണുന്നുണ്ട്. ഫകൈഫ ദാലിക, എന്തേ ബനൂ സുഹറയിലും ഇവിടെയും ഒരു സമന്വയം? അവിടെ കാണുന്ന അതേ വിശേഷണം ബനൂ ഹാഷിമിലും കാണുന്നു. ബനൂ സുഹറ എന്ന വലിയ അറബ് ലോകത്തെ പ്രമാണി കുടുംബത്തിൽ വളരെ പ്രസിദ്ധമായ കുലത്തിലും കാണുന്നുണ്ട്. അപ്പോഴാണ് ലാ അദ്രി, അബ്ദുൽ മുത്തലിബ് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല. അപ്പോഴദ്ദേഹം പറയുകയാണ് എന്നാൽ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇദാ റജഅത ഫതസവ്വജ് മിൻഹും, നിങ്ങൾ മക്കയിലേക്ക് മടങ്ങിച്ചെന്നാൽ ബനൂ സുഹറയിൽ നിന്ന് കല്യാണം കഴിക്കണം. അബ്ദുൽ മുത്തലിബിനോട് പാതിരി പറയുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് മടങ്ങി വന്നു. തസവ്വജ ഹാലാ ബിൻത് ഉഹൈബ് ബിൻ അബ്ദു മനാഫ്, അബ്ദു മനാഫിന്റെ മകൻ ഉഹൈബിന്റെ മകൾ ഹാലയെ കല്യാണം കഴിച്ചു ബനൂ സുഹറ ഗോത്രത്തിൽ നിന്ന്. പക്ഷേ അതിൽ ഈ അടയാളം കണ്ടില്ല. അപ്പോഴാണ് അവസാനം അവിടുത്തെ ഓമന മകനായ അബ്ദുല്ലാഹിയോട് പറയുന്ന മോനെ, ബനൂ സുഹറയിൽ ഒരു മഹത്വമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യണം, അവിടുന്ന് ബനൂ സുഹറയിൽ നിന്ന് കല്യാണം കഴിക്കണം. അങ്ങനെയാണ് വഹബിന്റെ മകൾ ആമിന റളിയല്ലാഹു അൻഹയെ പൊന്നുമോനായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. കാലത്തിന്റെ ഇപ്പുറം അങ്ങോട്ട് ധൃതിയിൽ പോകുന്നില്ല, നമുക്ക് വരാം. അങ്ങനെ ലോകത്തിന്റെ ചരിത്രം മുഴുവനും അതിന്റെ ചരടു പിടിച്ച് മക്കയിലെ കഅബാലയത്തിന്റെ അടുക്കലേക്ക് ബന്ധിച്ചിട്ട് ഇവിടെ നിന്നൊന്ന് വർത്തമാനം പറയാം. നാളെ ഇൻഷാ അല്ലാഹ് അവിടുന്ന് ഒരു 600 മീറ്റർ 500 മീറ്റർ ദൂരെയുള്ള ഇന്ന് കാണുന്ന ഒരു വെള്ള വീട്ടിന്റെ അകത്തളത്തിലെ വെളിച്ചത്തിന്റെ പ്രവേശമാണ് നാളെ നമ്മുടെ പ്രമേയം ഇൻഷാ അല്ലാഹ്. അതുവരെ നമുക്ക് ആ കഅബാലയത്തിന്റെ മുറ്റത്തൊന്ന് കറങ്ങാം. ലോക ചരിത്രത്തിലേക്ക് പോകാൻ നേരമില്ല. കാരണം വുലിദൽ ഹബീബുസ് സയ്യിദുൽ മുതഅബ്ബിദു والنور من وجناته يتوقد جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد. ഇത് പ്രപഞ്ചത്തിന്റെ ആത്മസത്തയാണ്, മൈക്രോ കോസ്മോ ഓഫ് ദി യൂണിവേഴ്സ് ആണ്. അതുകൊണ്ട് മക്കയിലെ വിശുദ്ധ കഅബാലയത്തിന്റെ മണിമുറ്റത്ത് അബൂ അബ്ദുൽ മുത്തലിബിനോടൊപ്പം ഒരല്പസമയം നമുക്ക് ചെലവഴിക്കാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശമേറ്റ് ഉറവയെടുത്ത നാട്. അവിടെയാണ് അബ്ദുൽ മുത്തലിബ് കിടന്നുറങ്ങുന്ന സമയത്ത് വിളിക്കുന്നു, ഓ അബ്ദുൽ മുത്തലിബ്, നിങ്ങളോടൊരു ഉപദേശമുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ തൊട്ടടുത്ത് പോയി നിങ്ങളൊന്ന് കുഴിക്കണം. എവിടെയാണ് കുഴിക്കേണ്ടത്? അവിടുന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിനോട് പറയുകയാണ്. അവിടുന്ന് ഹിജ്ർ ഇസ്മായിലിൽ കിടന്നുറങ്ങുന്ന സമയമാണ്. അൽ മളുനൂനെ ഒന്ന് കുഴിക്കണം. അപ്പോഴാണ് ചോദിക്കുന്നു, അമൽ മളുനൂന, മളുനൂന എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴോ ചോദിക്കുമ്പോഴേക്ക് സ്വപ്നത്തിൽ വന്ന സുവിശേഷകൻ മറഞ്ഞുപോയി. ഫലമ്മാ കാനൽ ഗദു റജഅതു ഇലാ മളുജഇ, ഞാൻ ഇന്നലെ കിടന്ന സ്ഥലത്തേക്ക് പിറ്റേന്നും പോയി കിടന്നു.
കിടന്നപ്പോഴതാ ഇന്നലെ വന്ന സുവിശേഷകൻ വരുന്നു. അയാള് പറഞ്ഞു, സംസം നിങ്ങൾ കുഴിക്കണം. സംസം കുഴിക്കാൻ പറഞ്ഞപ്പോഴോ അബ്ദുൽ മുത്തലിബ് ആലോചിക്കുകയാണ്, എവിടെയാണ് സംസം, എവിടെയാണെന്നറിയുന്നില്ല. മൂന്നാമത്തെ ദിവസം കിടന്നുറങ്ങുമ്പോ സുവിശേഷകൻ വന്ന് പറയുന്നു, അവിടുന്ന് രക്തത്തിന്റെയും മൃഗത്തെ അറുത്ത അവശിഷ്ടത്തിന്റെയും അടുക്കലാണ് എന്നൊരു സൂചന കൊടുക്കുന്നു. രാവിലെ അബ്ദുൽ മുത്തലിബ് ഇറങ്ങുകയാണ്. അതാ ഒരു മൃഗത്തെ അറുത്ത രക്തത്തിന്റെയും അതിന്റെ അവശിഷ്ടത്തിന്റെയും അടുക്കൽ ഒരു ചെറിയ അടയാളം. അവിടെ അബ്ദുൽ മുത്തലിബ് കുഴിക്കുന്നു. കുഴിച്ചിട്ട് വെള്ളം കാണാൻ തുടങ്ങിയപ്പോഴേക്കോ അവിടെയുള്ള ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും വലിയുപ്പയുടെ സ്വത്താണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രം ഇതിലെ വെള്ളം എടുക്കാൻ പറ്റൂല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇതെന്റെ വലിയപ്പാടെ സ്വത്താണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വത്താണ്, നിങ്ങൾക്കിതിൽ അവകാശമില്ല. തർക്കം മൂർത്തിച്ചു. ആ തർക്കം മൂർച്ഛിച്ചിട്ട് അവസാനം എന്തു ചെയ്തു? നമുക്കൊരു പാതിരിയെ കണ്ട് പരിഹാരം കാണാം. അങ്ങനെ പാതിരിയെ കാണാൻ പരദേശത്തേക്ക് യാത്ര ചെയ്യുന്നു. വിശാലമായ ചരിത്രം ഞാൻ ചുരുക്കുകയാണ്. പരദേശത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അവിടെന്നോ അവരുടെ കൂട്ടത്തിൽ നിന്ന് 20 പേരും അബ്ദുൽ മുത്തലിബിന്റെ കൂട്ടത്തിൽ നിന്ന് 20 പേരും അവിടുന്നതാ മന്ത്രവാദിയെ കാണാൻ, പണ്ഡിതനെ കാണാൻ, ജ്യോത്സ്യനെ കാണാൻ പുറപ്പെടുകയാണ്. അങ്ങനെ വഴിയിലെത്തിയപ്പോഴോ ബൈനൽ ഹിജാസി വൽ വശാം, ഹിജാസിന്റെയും സിറിയയുടെയും ഇടയിലെത്തിയപ്പോ അബ്ദുൽ മുത്തലിബിന്റെയും കൂടെയുള്ളവരുടെ ഈ യാത്രാ സംഘത്തിലെ വെള്ളം മുഴുവനും തീർന്നുപോയി. അപ്പോഴവരാലോചിക്കുകയാണ്, അറ്റം കാണാത്ത മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ ഇനിയും ഒരുപാട് നടന്നു പോയാൽ എവിടെ എത്തിപ്പെടാന്? എവിടെയും എത്തിപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി എന്തു ചെയ്യാൻ പറ്റും? അവിടെ ഇരിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? ഉടനെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നമുക്ക് 40 കുഴിയെടുക്കാം. 40 കുഴിയെടുത്തിട്ട് മരണം പ്രതീക്ഷിച്ചിട്ട് ഓരോ കുഴിയുടെയും വക്കിൽ ഓരോരുത്തർക്കിരിക്കാം. അങ്ങനെ 39 പേരെയും മറമാടാൻ പറ്റും. 40ാമത്തെ ആള് മാത്രം അവിടെ കിടന്നോട്ടെ. നമ്മൾ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ 40 പേരുടെയും ബോഡി ഇവിടെ കിടന്ന് കേടുവന്നു പോകും. അതുകൊണ്ട് വേണ്ട, 39 പേരെങ്കിലും മറമാടപ്പെടാവുന്ന അവസ്ഥയുണ്ടാകട്ടെ. അങ്ങനെ നിൽക്കുമ്പോഴാ നിങ്ങൾക്ക് വെള്ളം കിട്ടിയേക്കാളായിരുന്നു. ഒരു പരിഷ്കൃത പണ്ഡിതനാണ് അദ്ദേഹം. പറയുകയാണ്, 6ാം നൂറ്റാണ്ടിലെ അറബ് ജനതയിൽ അരുതായ്മകളുടെ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും അതേ സമയത്തോ മഹത്വങ്ങൾ എണ്ണിപ്പറയാൻ കുറയിട്ട് കഅബാലയത്തിന്റെ ഊനെയാണോ, അബ്ബാസിനെയാണോ, അബൂ താലിബിനെയാണോ, അബ്ദുല്ലാഹിയെ കുട്ടിയുടെ പേര് തന്നെയാണ് അപ്പോഴും കുട്ടത്തിന്റെ നറുക്കും അബ്ദുല്ലാഹിയുടെ പേരും. നറുക്കെടുക്കുമ്പോൾ അബ്ദുല്ലാഹിയുടെ പേര് അത്രയും മനോഹരമായി എഴുതുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മനോനൊമ്പരം ബാധിച്ചിട്ട് 160ഓളം ഖുറൈശി കുടുംബത്തിലെ അറബ് കുലത്തിലെ വനിതകൾ മനസ്സ് പൊട്ടി മരിച്ചുപോയി. കാരണം എന്താ? ഈ അബ്ദുല്ലാഹിയെ അരമനയിൽ കൂട്ടിനു കിട്ടാഞ്ഞിട്ട് അവർക്ക് വരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അത്രയും വലിയ കോമളത്വത്തിന്റെ പര്യായമായിരുന്നു അബ്ദുല്ലാഹ്. പിറ്റേന്ന് രാവിലെ വരികയാണ് അബ്ദുല്ലാഹി എന്ന അറബ് ലോകം കണ്ട സുന്ദരൻ. അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. വെള്ളിയാഴ്ച രാവ് ആമിന ബീവിയോട് വീട് കൂടിയിട്ട് വെള്ളിയാഴ്ച രാവിലെ ഇറങ്ങി നടക്കുമ്പോ കഅബാലയത്തിന്റെ തണലിരിക്കുകയാണ്. അവിടുന്ന് ബനൂ സഅദ് ഗോത്രത്തിലെ പണ്ഡിതയായ നേരത്തെ ആവശ്യമുന്നയിച്ച പെണ്ണ് കഅബാലയത്തിന്റെ തണലിൽ ഇരിക്കുമ്പോ അബ്ദുള്ള അടുത്തുകൂടി നടന്നു പോകുന്നു. അപ്പോൾ ആശ്ചര്യമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഉടനെ വിളിച്ചു, അബ്ദുള്ള എവിടെ പോകുന്നു? ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്തെങ്കിലും സംഭവിച്ചോ അബ്ദുള്ള? നിങ്ങളുടെ മുഖത്ത് ഇന്നലെ വരെ കണ്ട വെളിച്ചം കാണാനില്ല.
ഇന്നലെ വരെ നിങ്ങളുടെ മുഖത്ത് കണ്ട പ്രഭാവം കാണാനില്ല. മാ അന ബിസ്വാഹിബത്തി രീബ, ഞാൻ തോന്നിവാസം ചെയ്യുന്ന പെണ്ണല്ല, വ്യഭിചാരത്തിന് വേണ്ടി ആഗ്രഹിച്ച പെണ്ണല്ല. ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്റെ കൂടെ കിടന്നാൽ 70 ഒട്ടകങ്ങൾ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. മറ്റൊന്നുകൊണ്ടുമല്ല, നിങ്ങളുടെ മുഖത്ത് കണ്ട തേജസ് കണ്ടുകൊണ്ടാണ്. പക്ഷേ ഇന്നത് കാണുന്നില്ല, അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളെ വേണമെന്നില്ല. എന്തു സംഭവിച്ചു? അബ്ദുല്ലാ അമ്മൽ ഹറാമു ഫൽ മമാതു ദൂനഹു. മഖ്ദൂമിയ ദഅവ കോളേജ് ദക്ഷിണ കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക വൈജ്ഞാനിക സ്ഥിരാകേന്ദ്രമായ കൊല്ലം തഴുത്തല ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സിന് കീഴിൽ ചിറയൻകീഴ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. SSLC പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡും മദ്രസ 7ാം തരവും പാസ്സായ സമർത്ഥരായ ആൺകുട്ടികൾക്ക് യോഗ്യതാടിസ്ഥാനത്തിൽ 7 വർഷത്തെ സൗജന്യ വിദ്യാഭ്യാസത്തിന് പ്രവേശനം നൽകുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മതവിഷയത്തിൽ മുഖ്തസർ ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ PGDCA, അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷാ പഠനം, ലീഡർഷിപ്പ് ട്രെയിനിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവയിൽ കഴിവുറ്റ അധ്യാപകരുടെ ശിക്ഷണം നൽകുന്നു. ഇപ്പോൾ 6ാം അധ്യയന വർഷത്തിൽ മഖ്ദൂമിയ പ്രവേശിക്കുമ്പോൾ 6 ബാച്ചുകളിലായി 150ഓളം വിദ്യാർത്ഥികൾ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിമാസം 2 ലക്ഷത്തോളം രൂപ ചിലവുള്ള സ്ഥാപനം 1 രൂപ പോലും സ്ഥിര വരുമാനമില്ലാതെ അഭ്യുദയകാംക്ഷികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നു. മതിയായ ഭൗതിക സൗകര്യത്തിന്റെ പരിമിതിയിൽ താൽക്കാലിക ഷെഡുകളും ബിൽഡിംഗ് സംവിധാനങ്ങളും മാത്രമേ മഖ്ദൂമിയക്ക് നിലവിലുള്ളൂ. കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസൃതമായി ഇസ്ലാമിക പ്രബോധന വീതിയിൽ കരുത്തുറ്റ ആദർശധീരരായ ഒരു പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നാളിതുവരെ സഹകരിച്ചവർ, തുടർന്നും സഹകരിക്കുന്നവർ സർവർക്കും സർവാധിനാഥൻ സർവഗുണങ്ങളും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ.